വഞ്ചിയൂർ കോടതിയിൽ വീണ്ടും ബോംബ് ഭീഷണി 2 മണിക്ക് സ്ഫോടനം ഉണ്ടാകുമെന്ന് കോടതിയിൽ ഇമെയിൽ സന്ദേശം ലഭിക്കുകയായിരുന്നു. അനന്തകൃഷ്ണൻ ചേരുന്നു. അനന്തൻ, തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ, സെക്രട്ടേറിയറ്റിൽ, വഞ്ചിയൂർ കോടതിയിൽ അങ്ങനെ നിരവധി ഇടങ്ങളിൽ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ ബോംബ് ഭീഷണി നേരത്തെ വന്നെന്ന് പിന്നീട് അന്വേഷണത്തിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുമില്ല. ഇപ്പോഴത്തെ സ്ഥിതിയും സമാനമാണോ? രതീഷ്, കഴിഞ്ഞ ഒരു മാസത്തിനിടെ വഞ്ചിയൂർ കോടതിയിൽ ഇത് 3-ാം തവണയാണ് ബോംബ് ഭീഷണി വരുന്നത്. ഇന്ന് ജില്ലാ കോടതിയുടെ ഇമെയിലിലേക്കാണ് ബോംബ് ഭീഷണി വന്നത്. ഉച്ചയ്ക്ക് 2 മണിക്കകം കോടതി വളപ്പിൽ സ്ഫോടനം ഉണ്ടാകുമെന്നായിരുന്നു സന്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോംബ് സ്ക്വാഡും പോലീസും പതിവ് പോലെ വിശദമായ പരിശോധന നടത്തി. പക്ഷേ അത് ഒരു വ്യാജ ബോംബ് ഭീഷണിയാണെന്ന് പോലീസ് വിലയിരുത്തിയിട്ടുണ്ട്. നേരത്തെ നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൻ്റെ വിധി പറയുന്നതിന് തൊട്ട് മുൻപാണ് ഈ സന്ദേശം വന്നത്. എന്നാൽ ആ വിധി പറയുന്നതിനെ തടസ്സപ്പെടുത്തിയതൊന്നുമില്ല. നേരത്തെ തിരുവനന്തപുരം വിമാനത്താവളം അടക്കം നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം കഴിഞ്ഞ ഒരു മാസത്തിനിടെ 1 ഡസനിലധികം ഇമെയിൽ സന്ദേശങ്ങളാണ് ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് വന്നത്. പക്ഷേ അതെല്ലാം വ്യാജ ഇമെയിലുകളാണ് എന്ന് കണ്ടെത്തിയിരുന്നു, വ്യാജ സന്ദേശങ്ങളാണെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും ആ ഇമെയിലുകളുടെ സന്ദേശത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അത് ഡാർക്ക് നെറ്റിൽ നിന്നാണ് ഇമെയിൽ സന്ദേശങ്ങൾ വരുന്നതെന്നാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ അതാരാണ് അയക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏകദേശം എല്ലാ ഇമെയിലിലെയും കണ്ടന്റുകൾ ഒരേ കണ്ടന്റാണ്. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നതെന്നുള്ള കാര്യം വ്യക്തമാണ്. രതീഷ്, ആവർത്തിച്ച് ബോംബ് ഭീഷണി ഉണ്ടാവുകയാണ്. അനന്തകൃഷ്ണനാണ് ആ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.